ഹലോ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. സ്ലീവ് പോർഷനും യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർ ചെന്നൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക് സൈഡും വളരെ പെർഫെക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള തരത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ വണ്ണമുള്ളവരൊക്കെ ഇങ്ങനത്തെ നമ്മൾ പ്ലീറ്റഡ് കുർത്തി ഇടുമ്പോൾ ഒന്നും കൂടി വണ്ണമുള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും യോക്കിൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഇതിലെ എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയാണോ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതേപോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റെപ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് അകലത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ എന്താ മെയിൻ ഫാബ്രിക്കിൻ്റെ കട്ട് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾ നേരത്തെ പാർട്ടൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാകും. നമ്മളിതിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു നെക്ക് 4 ഇഞ്ച് അകലത്തിൽ വിട്ടിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിൽ എത്താത്ത രീതിയിൽ മെയിൻ ഫാബ്രിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തതിൻ്റെ പുറത്ത് കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ നമ്മൾ മെയിൻ ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കർവിൽ മാത്രം ചെറുതായിട്ട് നോച്ചസ് കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ നോച്ചസ് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു 2 സൈഡിലെ കർവിൽ മാത്രം ചെറുതായിട്ട് നോച്ചസ് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് സെയിൽ ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ചലഞ്ചിൻ്റെ 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ ചെന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്കിലെ കർവ് പോർഷനിൽ മാത്രം നമ്മൾ ചെറിയ നോച്ചസ് നോച്ചസ് എന്ന് വെച്ചാൽ ചെറിയ കട്ടിംഗ് ആണ്. നമ്മൾ തയ്ച്ചതിൽ എത്താതെ വളരെ ചെറിയ രീതിയിൽ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് മുൻവശത്തേക്ക് മറിച്ചെടുക്കണം. നോച്ചസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തയ്യലിൽ എത്താതെ വേണം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലൈനിങ് ഫാബ്രിക്ക് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. നമ്മൾ പുറത്ത് തീരെ സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് ഈ ഒരു കുർത്തി തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനിൽ ഉള്ളിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തും കൂടിയിട്ട് എടുക്കാവുന്നതാണ്. അയൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമ്മൾ പെർഫെക്റ്റായിട്ട് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പുറത്ത് തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു 4 ഇഞ്ച് ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഉള്ളിൽ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഫ്രണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോള് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏരിയയിൽ നിന്ന് 1/4 ഇഞ്ച് അകലത്തിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിനേക്കാൾ കുറവായിട്ട് നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്കുമായിട്ട് ആ ഒരു ലൈനിങ് ഫാബ്രിക് ചേർത്ത് തയ്ച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും തെന്നിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ഏരിയ നമ്മൾ മെഷർമെൻറ്റ് വെച്ച് കട്ട് ചെയ്തതാണ്. ആ ഒരു ലൈനിങ്ങിലേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. തിക്നെസ്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യുന്ന കുർത്തികളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് അത് ആ ഒരു ആം ഹോൾ ഏരിയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷനാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലുള്ള യോക്ക് പോർഷൻ്റെ ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പാർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ബാക്ക് പോർഷൻ. നമ്മുടെ ലൈനിങ് ഏരിയ, ലൈനിങ് ഫാബ്രിക്, ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്. ഇതിലും നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇതിൽ ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു സ്റ്റെപ്പും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തയ്ച്ചിട്ട് മറിച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്നതല്ല. അതിന് മുന്നേ നമ്മളൊരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ച് അകലത്തിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നോച്ചസും കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ മിക്കവാറും സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്യരുത്. ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ വേറൊരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുർത്തിയുടെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ചാടിക്കയറിയിട്ട് മറിച്ചെടുത്തിട്ട് ആം ഹോൾ കട്ട് ചെയ്യരുത്. ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മൾ മറിച്ചെടുക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ്, ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ മിക്കവാറും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം നിങ്ങൾ മറിച്ചെടുത്തിട്ട് ആ ഒരു ആം ഹോൾ കട്ട് ചെയ്തിട്ടെടുക്കും. അങ്ങനെ കട്ട് ചെയ്യരുത്. ഇതേപോലെ ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. മറിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക. നമ്മളിതാ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. ആം ഹോൾ കട്ട് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷനിലേക്ക് നമ്മുടെ ബാക്ക് യോക്ക് പോർഷൻ ഒന്ന് ചേർത്ത് വെക്കുക. ആം ഹോൾ കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പോർഷനിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ ചേർത്ത് വെക്കുക. നല്ല വശവും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നല്ല വശവും ഒന്ന് ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കിലെ യോക്ക് പോർഷനും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ നോർമലി ജോയിൻ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഉൾവശത്ത് കാണാത്ത രീതിയിലുള്ള ജോയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പെർഫെക്ഷൻ ടിപ്സും നമ്മളിതിൽ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ലൈനിങ് മറിച്ചെടുത്തിട്ട് ബാക്ക് പോർഷനിലുള്ള ലൈനിങ് മറിച്ചെടുത്തിട്ട് ഫ്രണ്ട് ലൈനിങ്ങുമായിട്ട് ചേർത്ത് പിടിക്കുക. ബാക്ക് ഫ്രണ്ടും ഉള്ള ലൈനിങ്സ് തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലത്തെ ലൈനിങ്ങും ഫ്രണ്ടിലെ ലൈനിങ്ങും ഒരുമിച്ചാണുള്ളത്. ഇനി നമുക്കത് മറിച്ചെടുക്കാം. നമ്മുടെ ബാക്ക് സൈഡിലുള്ള ലൈനിങ് പീസ് ബാക്ക് സൈഡിലുള്ള മെയിൻ ഫാബ്രിക്കിലേക്ക് തന്നെ നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മുടെ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ കിട്ടും. അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ ബാക്ക് പോർഷന് മറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ജോയിനിങ് കാണാത്ത രീതിയിൽ 2 ലൈനിങ്ങിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ജോയിനിങ് വരുന്നത്. നല്ല പെർഫെക്റ്റിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈനിങ് ഫാബ്രിക് ഉള്ള കുർത്തീസ് തയ്ക്കുമ്പോൾ, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തയ്ക്കുമ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ബാക്ക് സൈഡിലുള്ള ആം ഹോള് കട്ട് ചെയ്തെടുക്കുന്നത്. ആം ഹോള് കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ഫ്രണ്ട് ഏരിയ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ ബാക്കിലുള്ളതും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ബിഗിനർ അല്ല, നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിൽ കൂട്ടാതെ നോർമൽ സ്പീഡിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് കൂട്ടി വെച്ചിട്ട് കണ്ടു നോക്കുക. കാരണം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് കുർത്തിയുടെ പെർഫെക്ഷൻ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നോർമൽ സ്പീഡിൽ വെച്ചിട്ട് സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിച്ചു തരുന്നത്. ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും ചേർത്ത് വെച്ച് തേച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആം ഹോൾ ഏരിയ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉള്ളിലത്തെ ലൈനിങ്ങും പുറത്തെ മെയിൻ ഫാബ്രിക്കും വലിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്കൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം അത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴും ആ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിൻകുത്തി വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിൻകുത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് സിമ്പിളായിട്ടാണ് ഈ ഒരു മെത്തേഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും യോക്ക് പോർഷൻസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ സ്കേർട്ട് പോർഷൻ ജോയിനിങ്ങും സ്ലീവിൻ്റെ ജോയിനിങ്ങും നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇത്രയും നമ്മൾ യോക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തത് പുറത്ത് സ്റ്റിച്ച് വരാത്ത രീതിയിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് നല്ലപോലെ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സ്ലീവിൻ്റെ അറ്റാച്ച് ചെയ്യുന്നതും സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചൊവ്വാഴ്ച ആണ് പൊതുവെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ഫ്രൈഡേയും കൂടിയിട്ട് ഇതിൻ്റെ പോർഷന് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവും, നിങ്ങൾക്ക് ബോറും അടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമ്മൾ നെക്കും അതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിലുള്ള ഷോൾഡർ ജോയിനിങ്ങും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.